WCC ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ്. അവർ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ WCC നമ്മുടെ ശത്രുക്കളൊന്നുമല്ല. WCC ഇപ്പോൾ ഞാൻ പറഞ്ഞ അമ്മ ഈ വനിതകളുടെ കാര്യത്തിൽ അമ്മ പുലർത്തുന്ന സമീപനം കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് WCC ഫോം ആയത്. അപ്പോൾ ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവർ പ്രയത്നിക്കുമ്പോൾ അമ്മയും അവരുടെ കൂടെ ചേർന്ന് തന്നെ പ്രവർത്തിക്കാം. സർക്കാരിന് നമുക്ക് സമീപിക്കാം. WCCയും അമ്മയും കൂടെ സംയുക്തമായിട്ട് സമീപിച്ച് നമുക്ക് പല കാര്യങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ടാക്കാം. അല്ല, ന്യായം അമ്മയിൽ ന്യായം കിട്ടാഞ്ഞിട്ടല്ല അത് ഫോം ആയത്. അമ്മയിൽ ന്യായം കിട്ടാഞ്ഞിട്ടല്ല. പൊതുവേ സ്ത്രീകളോടുള്ള ആ സമീപനത്തിലുള്ള മാറ്റം വരണമെന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി ഫോം ചെയ്തതാണ്. അല്ല, അമ്മയോടുള്ള വിയോജിപ്പ് അമ്മ പിളർന്നല്ല WCC ഉണ്ടായത്. ഇല്ല, അത് തെറ്റാണ്. അമ്മ പിളർന്നല്ല. അവർ രാജിവെച്ചായിരിക്കാം, പക്ഷേ അത് പിളർന്ന ഇതേപോലെ ഏതെങ്കിലും അല്ല, അത് രാജിവെച്ചു. അതെ, രാജിവെച്ചു. അഭിപ്രായ വ്യത്യാസത്തോടെ രാജിവെച്ചു. അത് പ്രവർത്തന ശൈലിയോടുള്ള അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പ്. ആ വിയോജിപ്പ് അവർ തുടരുന്നുണ്ടോ എന്നുള്ളത് ഇനിയും നമുക്ക് തീരുമാനിക്കാം. ഇനി നമുക്ക് അവർക്ക് ഏതൊക്കെ സാഹചര്യത്തിലാണ് വിയോജിപ്പിൻ്റെ ആ മേഖലയൊക്കെ അതിർ വരുമ്പോഴൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിലൂടെയെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒന്നിക്കാം. അല്ല, അത് പറഞ്ഞല്ലോ, അത് തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. പുറത്ത് വിടുന്നതാണ് നല്ലത്. അത് ഹൈക്കോടതിയും കൂടെ തീരുമാനം പറയട്ടെ. ഹൈ പവർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇതുമായി യാതൊരു ബന്ധമുള്ള കാര്യമല്ല. ഹൈ പവർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയുടെ അന്നത്തെ കാലത്തേക്ക് പൊതുവായിട്ടുള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ റെമ്യൂണറേഷൻ, പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ പ്രൊഡ്യൂസേഴ്സും തമ്മിലുള്ള ഷെയറിൻ്റെ വിഷയങ്ങൾ, ആർട്ടിസ്റ്റിൻ്റെ റെമ്യൂണറേഷൻ പറഞ്ഞിട്ട് കിട്ടാതാവുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇൻഡസ്ട്രിയുടെ കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അന്ന് ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ അറിവില്ലായിരുന്നു. അന്ന് ഇത്തരം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല ഹൈ പവർ കമ്മിറ്റി. ഇനി ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഹൈ പവർ കമ്മിറ്റി എന്നോ ഏത് പേരിട്ട് ആണെങ്കിലും ശരി, പുതിയ കമ്മിറ്റികൾ വരുന്നത് നല്ലതാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഹേമ കമ്മിറ്റി അതിന് വേണ്ട നിർദ്ദേശങ്ങൾ തരട്ടെ. സർക്കാരിൻ്റെ പോലെ തന്നെ നിർദ്ദേശങ്ങൾ തരാൻ പ്രാപ്തരായിട്ടുള്ള ആൾക്കാരാണ് ഹേമ കമ്മിറ്റിയിലുള്ളത്. ശാരദാമ്മ എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഉള്ളത്. അപ്പോൾ അവർക്ക് കുറേ സൊല്യൂഷൻസ് കൂടെ. നമുക്ക് പ്രശ്നങ്ങൾ എല്ലാവർക്കും ചൂണ്ടിക്കാണിക്കാം. ആ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ ഒളിച്ചോടാൻ പാടില്ല. പക്ഷേ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. ഇത്രയും ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നു. ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. അതെന്തിനാണ് ചർച്ച ചെയ്യുന്നത്? വേറെ വിഷയങ്ങളില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഇത് ഡിവിയേറ്റ് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. എനിക്കതിനോട് യോജിപ്പില്ല. ഇത് കറൻറ്റ് ഇഷ്യൂ ആണ്, റിലവൻറ്റ് ഇഷ്യൂ ആണ്. പക്ഷേ ഇത് ചർച്ച ചെയ്യുമ്പോൾ സൊല്യൂഷൻസിൻ്റെ കാര്യത്തിൽ കുറച്ച് പേരൂടെ സജീവമായി പങ്കെടുക്കണം. എന്ത് ചെയ്താൽ അല്ല, അവിടം തൊട്ട് തന്നെ നമുക്കൊരു സമന്വയത്തിൻ്റെ പാത തുടങ്ങാം. ഈ കോൺക്ലേവിൻ്റെ കാര്യത്തിൽ പങ്കെടുക്കുന്ന അംഗങ്ങളെക്കുറിച്ച് ആർക്കെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പ് മാറ്റി സർക്കാർ കോൺക്ലേവിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും സ്വീകാര്യരായിട്ടുള്ള ആൾക്കാർ വരട്ടെ, കോൺക്ലേവ് വരട്ടെ. പരിഹരിക്കാൻ ആരെങ്കിലും റെഡിയായി വരുമ്പോൾ പരിഹരിക്കാൻ കഴിയില്ലെന്ന് നമ്മൾ ആദ്യമേ പറയുന്ന മുൻവിധിയോടെ കൈകാര്യം ശരിയാണോ? ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ നല്ല ഉദ്ദേശത്തോട് കോൺക്ലേവ് സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് പറയുന്നത് ശരിയല്ല. നമുക്ക് പ്രതീക്ഷയോടെ പോകാം, ശുഭപ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ അതിൽ കോൺക്ലേവിൻ്റെ കാര്യത്തിൽ, ഘടനയുടെ കാര്യത്തിൽ ഈ WCC പറയുന്ന പോലെ ഏതെങ്കിലും വ്യക്തികളോട് ആ വ്യക്തികൾ ആരോപണ വിധേയരാണെന്ന് WCCക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കി നിർത്തട്ടെ. നമുക്ക് നല്ലൊരു കോൺക്ലേവ് ഇവിടെ സംഘടിപ്പിക്കട്ടെ. അമ്മ ഒഴിവാക്കില്ല, സർക്കാർ ഒഴിവാക്കാം. സർക്കാരിനല്ലേ ഒഴിവാക്കാൻ കഴിയുക, അമ്മയ്ക്ക് ഒഴിവാക്കാൻ കഴിയില്ല. നമുക്കിതിനെ ഒരു ബോയ്ക്കോട്ട് ചെയ്യുന്നത് ഒരു ശരിയായിട്ടുള്ള രീതിയല്ല. സർക്കാർ പരിഗണിക്കുന്നതാണ്. കാര്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ WCC ചില അംഗങ്ങളുടെ കാര്യത്തിൽ, കോൺക്ലേവിൻ്റെ കാര്യത്തിൽ അവരെ സംഘടിപ്പിക്കുന്ന, അവരെ കൂടി ഉൾപ്പെടുത്തി ഇത്തരം കോൺക്ലേവ് നടത്തുന്നതിനുള്ള വിയോജിപ്പ് അവർ രേഖപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കാണുമല്ലോ. അവർ ഉത്തരവാദിത്വമില്ലാതെ അത്തരം ഒരു കാര്യങ്ങൾ പറയില്ലല്ലോ. ആ കാര്യങ്ങൾ മനസ്സിലാക്കി സർക്കാർ ഒരു യുക്തമായ തീരുമാനം എടുക്കട്ടെ. തീർച്ചയായിട്ടും അംഗീകരിക്കും. അങ്ങനെ ഒരു കാര്യം WCC ഉത്തരവാദിത്വമില്ലാതെ അങ്ങനെ ഒരു കാര്യം നിർദ്ദേശിക്കില്ലല്ലോ. അവരിപ്പോൾ കോൺക്ലേവിൽ വേട്ടക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് വേട്ടക്കാരാണെന്ന് WCCക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ വേട്ടക്കാരൻ ഈ കോൺക്ലേവിൽ ഭാഗമായി വരാൻ പാടില്ല എന്ന് തന്നെയാണ് അമ്മയുടെ പക്ഷം.